ഇന്ന് എടുക്കാൻ പോകുന്ന ടോപ്പിക്കാണ് ലൈഫ് ഓഫ് മെൻഡൽ ആൻഡ് ലോസ്. ആദ്യമായിട്ട് ഗ്രിഗർ മെൻഡലിൻ്റെ ലൈഫിനെ പറ്റിയിട്ട് നോക്കാം. ഗ്രിഗർ മെൻഡൽ ആൻ ഓസ്ട്രിയൻ മോങ്ക് ക്യാരിഡ് ഔട്ട് ദ ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സ്റ്റഡീസ് ഓൺ ഹെറിഡിറ്റി. അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത് ഫാദർ ഓഫ് ജെനറ്റിക്സ് എന്നാണ്. ഗ്രിഗർ മെൻഡൽ വാസ് ബോൺ ഇൻ ടു ദ ഫാമിലി ഓഫ് എ പൂവർ പെസൻറ്റ് ഇൻ മൊറാവിയ. 1822 ഓസ്ട്രിയയിലെ മൊറാവിയ എന്ന സ്ഥലത്ത് ഒരു പാവപ്പെട്ട കർഷക കുടുംബത്തിലാണ് അദ്ദേഹം ജനിച്ചത്. ഗ്രാമീണ പശ്ചാത്തലത്തിൽ വളർന്നതിനാൽ അദ്ദേഹത്തിന് നാച്ചറിനോട് വളരെയധികം താല്പര്യം ഉണ്ടായിരുന്നു. ആഫ്റ്റർ ഹിസ് ഗ്രാജുവേഷൻ ഫ്രം ദ ഇംപീരിയൽ റോയൽ ജിംനാസിയം ഇൻ 1840 ഹി ജോയിൻ ദ ഓൾമിറ്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട്. 1840 അദ്ദേഹത്തിൻ്റെ ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ആയി ഫ്രം ഇംപീരിയൽ റോയൽ ജിംനാസിയം. അതിനുശേഷം അദ്ദേഹം ഓൾമിറ്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോയിൻ ചെയ്യുകയും അവിടെ ഫിലോസഫിയിൽ 2 വർഷത്തെ കോഴ്സ് പൂർത്തിയാക്കുകയും ചെയ്തു. തുടർന്ന് 1843 അദ്ദേഹം ഓഗസ്റ്റീനിയൻ മൊണാസ്ട്രിയിൽ ജോയിൻ ചെയ്തു. അവിടെ തിയോളജിക്കൽ സ്റ്റഡീസ് പൂർത്തിയാക്കി അദ്ദേഹം പ്രീസ്റ്റായി. In 1849 he opted the profession of a teacher. 1849 അദ്ദേഹം ടീച്ചർ പ്രൊഫഷൻ സ്വീകരിച്ചു. പിന്നീട് അദ്ദേഹം നെക്സ്റ്റ് ഇയർ സയൻസ്, മാത്സ് എന്നിവയിൽ കോഴ്സ് എടുത്ത് വിയന്ന സർവകലാശാലയിൽ ചേർന്നു. ഇത് അദ്ദേഹത്തിൻ്റെ പാഷനോടുള്ള ഇഷ്ടം, അതുപോലെ തന്നെ സയൻസിനോടുമുള്ള ഇഷ്ടത്തിന് പ്രചോദനമാവുകയും പിന്നെ അതുപോലെ തന്നെ എക്സ്പീരിമെൻ്റൽ സ്റ്റഡീസിൽ അദ്ദേഹത്തിൻ്റെ ഇൻട്രസ്റ്റ് വർദ്ധിക്കുകയും ചെയ്തു. പിന്നെ എക്സ്പീരിമെൻറ്റ്സ് ഡിസൈൻ ചെയ്യാനും അതിനെ അനാലിസിസ് ചെയ്യാനൊക്കെ ഇതിലൂടെ അദ്ദേഹത്തിന് സാധിച്ചു. പിന്നീട് 1854 ഫിസിക്സ് ആൻഡ് നാച്ചുറൽ ഹിസ്റ്ററിയിൽ അധ്യാപകനായിട്ട് ബ്രൺ മോഡൽ സ്കൂളിൽ അദ്ദേഹം ജോയിൻ ചെയ്തു. ഈ കാലയളവിൽ, അതായത് 1856 1866 ഇടയിൽ അദ്ദേഹം ഗാർഡൻ പി ഉപയോഗിച്ച് ഹൈബ്രിഡൈസേഷൻ എക്സ്പെരിമെൻ്റ് നടത്തി ടു അണ്ടർസ്റ്റാൻഡ് ദ മെക്കാനിസം ഓഫ് ഹെറിഡിറ്റി. Then his findings were presented before the Natural History Society of Bern through 2 lectures, one in 8 February and other in 8 March 1865. അദ്ദേഹത്തിൻ്റെ ഫൈൻഡിങ്സൊക്കെ നാച്ചുറൽ ഹിസ്റ്ററി സൊസൈറ്റി ഓഫ് ബ്രൺ അവിടെ വെച്ചിട്ട് 2 ലെക്ചേഴ്സിലൂടെ അദ്ദേഹം അവതരിപ്പിച്ചു. ആദ്യത്തെ ലെക്ചർ നടന്നത് ഫെബ്രുവരി 8 രണ്ടാമത്തെ ലെക്ചർ മാർച്ച് 8 1865. ദെൻ ഈ ലെക്ചേഴ്സ് 48 പേജുള്ള ഒരു ആർട്ടിക്കിളായിട്ട് ജർമ്മൻ ലാംഗ്വേജിൽ ഒരു 48 പേജുള്ള ആർട്ടിക്കിളായിട്ട് പബ്ലിഷ് ചെയ്തു. വെർച്യൂസ് അബർ ഫ്ലാൻസൻ ഹൈബ്രിഡ്, അതിനർത്ഥം വിച്ച് മീൻസ് എക്സ്പെരിമെൻറ്റ്സ് ഇൻ പ്ലാൻ ഹൈബ്രിഡൈസേഷൻ, അങ്ങനെയുള്ളൊരു ആർട്ടിക്കിളായിട്ട് അത് പ്രസിദ്ധീകരിച്ചു. Then the article was published in 1866 in the journal Transaction of Natural History Society. Transactions of Natural History Society എന്ന ജേണലിൽ 1866 ഈ ആർട്ടിക്കിൾ പബ്ലിഷ് ചെയ്തു. Thus the year 1866 witnessed the birth of modern genetics. Mendel's paper was monumental and epoch-making. അദ്ദേഹത്തിൻ്റെ ഫൈൻഡിങ്സ് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പേപ്പർ എല്ലാം ഒബ്സർവ്ഡ് ഫാക്ട്സുകളും അതുപോലെ തന്നെ നേരിട്ടുള്ള തെളിവുകളൊക്കെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണെങ്കിലും കുറച്ച് പേര് മാത്രമേ അത് വായിച്ചിരുന്നുള്ളൂ. അതാണെങ്കിൽ തന്നെ വായിച്ച ആൾക്കാർക്ക് തന്നെ അത് പൂർണ്ണമായിട്ട് മനസ്സിലാക്കാനും സാധിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത് ഒരു 3 പതിറ്റാണ്ടോളം കാലം ആരും ശ്രദ്ധിക്കപ്പെടാതെ, അതുപോലെ തന്നെ ആരായാലും ആകർഷിക്കപ്പെടാതെ അതിങ്ങനെ 3 പതിറ്റാണ്ടോളം അദ്ദേഹത്തിൻ്റെ ഈ ഫൈൻഡിങ്സൊക്കെ ആരും അറിയപ്പെടാതെ അങ്ങനെ കിടന്നു. അപ്പോൾ സയൻറ്റിഫിക് വേൾഡിൻ്റെ പ്രശംസയോ ആക്സെപ്റ്റൻസോ ഒന്നും നേടാനും അദ്ദേഹത്തിൻ്റെ ഫൈൻഡിങ്സിന് പേപ്പറിനൊന്നും സാധിച്ചില്ല. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ആ ഒരു പേപ്പർ 3 പതിറ്റാണ്ടോളം കാലം ആരും ശ്രദ്ധിക്കപ്പെടാതെ കിടന്നു. അതിൻ്റെ മെയിൻ റീസൺസ് ആണ് പറയുന്നത്. മെൻ്റൽ ഐഡിയാസ് വേർ ഫാർ എഹെഡ് ഓഫ് ഹിസ് ടൈം. മെൻ്റലിൻ്റെ ഐഡിയാസ് കാലത്തേക്കാൾ വളരെ മുന്നിലായിരുന്നു, അതായത് കാലത്തിന് മുൻപേ സഞ്ചരിച്ചവയായിരുന്നു. പിന്നെ രണ്ടാമത്തത്
The whole world, scientific world at the time was passionately involved in the debate on Darwin's revolutionary theory of natural selection and origin of species. അക്കാലത്ത് ഡാർവിൻ്റെ റെവല്യൂഷണറി തിയറീസ് ആയിട്ടുള്ള നാച്ചുറൽ സെലക്ഷൻ, ഒറിജിൻ ഓഫ് സ്പീഷീസ്, അതിനെ പറ്റിയിട്ടുള്ള ചർച്ചയിലായിരുന്നു ശാസ്ത്രലോകം മുഴുവനും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ടുപിടുത്തങ്ങളെ കുറിച്ചിട്ട്, മെൻഡലിൻ്റെ കണ്ടുപിടുത്തങ്ങളെ കുറിച്ച് ആരും ശ്രദ്ധിച്ചില്ല. എല്ലാവരും ഡാർവിൻ്റെ തിയറിയുടെ ആ ചർച്ചയിലായിരുന്നു. മൂന്നാമത്തെ റീസൺ പറയുന്നത്, മെൻഡൽ അദ്ദേഹത്തിൻ്റെ വർക്ക് പ്രസിദ്ധീകരിച്ച ജേണൽ എന്ന് പറയുന്നത് കൂടുതലും ഒരു അറിയപ്പെടാത്ത ജേണലിലായിരുന്നു അത് പബ്ലിഷ് ചെയ്തത്. പിന്നെ ഫോർത്ത് റീസൺ പറയുന്നത്, ദ സ്റ്റാറ്റിസ്റ്റിക്കൽ നോളജ് ഓഫ് പ്രൊഫഷണൽ ബയോളജിസ്റ്റ് വാസ് വെരി പുവറർ. പ്രൊഫഷണൽ ബയോളജിസ്റ്റുകളുടെ സ്റ്റാറ്റിസ്റ്റിക്കൽ നോളജ് വളരെ മോശമായിരുന്നു. ഇൻ 1884 മെൻഡൽ ഡൈഡ് ആസ് എൻ അൺറെക്കഗ്നൈസ്ഡ് ആൻഡ് ബിറ്റർലി ഡിസപ്പോയിൻറ്റഡ് മാൻ. 1884 അദ്ദേഹം അന്തരിച്ചു. ഒരു അറിയപ്പെടാത്ത, ഇത്രയ്ക്കും വലിയൊരു കാര്യം കണ്ടുപിടിച്ചിട്ടും ഒരു അറിയപ്പെടാത്ത ഒരാളായിട്ട്, ഒരു ഡിസപ്പോയിൻറ്റഡ് ആയിട്ടുള്ള ഒരാളായിട്ടാണ് അദ്ദേഹം മരിച്ചത്. ഹിസ് വാല്യുബിൾ കോൺട്രിബ്യൂഷൻ വിച്ച് ലൈഡ് ദ സോളിഡ് ഫൗണ്ടേഷൻ ഓഫ് മോഡേൺ ജെനറ്റിക്സ് റിമെയിൻഡ് ഇൻ ഡാർക്ക്നെസ് ഫോർ 34 ഇയേഴ്സ്. മോഡേൺ ജെനറ്റിക്സിൻ്റെ ഒരു സോളിഡ് ഫൗണ്ടേഷൻ തന്നെയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ സംഭാവനകൾ ഒരു 34 വർഷം തന്നെ ഡാർക്ക്നെസ്സിൽ തന്നെയായിരുന്നു എന്നാണ് പറയണത്. 1884 അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷം 1900 കാൾ കോറൻസ് ഇൻ ജർമ്മനി, ഹ്യൂഗോ ഡിവ്രീസ് ഇൻ ഹോളണ്ട് ആൻഡ് എറിക് വോൺ സ്റ്റെർമാർക്ക് സെയ്സ്നജ് ഇൻ ഓസ്ട്രിയ, ഇവർ 3 പേരും മെൻഡലിൻ്റെ ഒബ്സർവേഷൻ റിപ്പീറ്റ് ചെയ്യുകയും അവർ മെൻഡലിൻ്റെ ഫൈൻഡിങ്സും അതുപോലെ ജനറലൈസേഷനും കണ്ടെത്തിയിട്ട് വീണ്ടും സ്ഥിരീകരിക്കുകയും ചെയ്തു. ഇവർ 3 പേര് അങ്ങനെ മെൻഡൽ മനുഷ്യർക്ക് നൽകിയ ഏറ്റവും വലിയൊരു സംഭാവന കണ്ടെത്തുകയും അതുവഴി ബയോളജിക്കൽ സയൻസിലെ ഏറ്റവും എക്സൈറ്റിംഗ് ആയിട്ടുള്ള എക്കാലവും വികസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയെ വളർത്തിക്കൊണ്ടുവരാനും വഴിയൊരുക്കിയത് ഇവർ 3 പേരാണ്. പിന്നീട് ബെയ്റ്റ്സൺ എന്ന് പറഞ്ഞ ആൾ റിപ്പീറ്റഡ് ഹൈബ്രിഡൈസേഷനിലൂടെ മെൻഡലിൻ്റെ ഫൈൻഡിങ്സിനെ കൺഫേം ചെയ്യുകയും ചെയ്തു. മെൻഡലിൻ്റെ ജനറലൈസേഷൻസ് മെൻഡലിസം അല്ലെങ്കിൽ മെൻഡലിയൻ ലോ ഓഫ് ഇൻഹെറിറ്റൻസ് എന്നറിയപ്പെടാനായിട്ട് തുടങ്ങി. The generalization drawn by Mendel came to know as Mendelism or Mendelian laws of inheritance. With the elucidation of Mendelian laws, the riddle of heredity was opened for solution. Then Mendel laws: law of dominance, law of segregation, law of independent assortment. ഇനി ഇത് ഓരോന്നിനും പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫസ്റ്റ് വണ്ണാണ് ലോ ഓഫ് ഡോമിനൻസ്. ദിസ് ഈസ് ദ കൺസെപ്റ്റ് ദാറ്റ് വെൻ 2 alternative forms of a hereditary factor are brought into gametic fusion, one of them dominates, suppresses or masks the effects of the other and expresses itself in the offspring. അതായത് 2 ഓൾട്ടർനേറ്റീവ് ഫോംസ് ഗാമറ്റിക് ഫ്യൂഷനിലേക്ക് കൊണ്ടുവരുമ്പോൾ അവയിൽ ഒന്ന് ഡോമിനേറ്റ് ചെയ്യുന്നു, അതായത് മറ്റൊന്നിൻ്റെ എഫക്ട്സിനെ സപ്രസ് ചെയ്യുകയോ മാസ്ക് ചെയ്യുകയോ ചെയ്യുന്നു. ആൻഡ് എക്സ്പ്രസസ് ഇറ്റ്സെൽഫ് ഇൻ ദി ഓഫ് സ്പ്രിങ്. ഇതിൽ എക്സ്പ്രസ് ചെയ്യുന്ന ഫാക്ടറിനെയാണ് ഡോമിനൻ്റ് എന്ന് പറയുന്നത്. സപ്രസ് ചെയ്യുന്നതോ അല്ലെ മാസ്ക് ചെയ്യപ്പെടുന്ന ആ ഫാക്ടറിനെയാണ് റെസസീവ് എന്ന് പറയുന്നത്. ദ എക്സ്പ്രസ്ഡ് ഫാക്ടർ ഈസ് കോൾഡ് ഡോമിനൻ്റ് ആൻഡ് ദ സപ്രസ്ഡ് വൺ ഈസ് റെസസീവ്. ഇതിൽ ഡോമിനൻ്റ് ഫാക്ടർ ഹോമോസൈഗസ് കണ്ടീഷനും അതുപോലെ തന്നെ ഹെട്രോസൈഗസ് കണ്ടീഷനിലായാലും എക്സ്പ്രസ് ചെയ്യും. പക്ഷേ റെസസീവ് ഫാക്ടർ ആണെങ്കിൽ ഹോമോസൈഗസ് കണ്ടീഷനിൽ മാത്രമേ എക്സ്പ്രസ് ചെയ്യുള്ളൂ. അപ്പോൾ ഡോമിനൻ്റ് ഫാക്ടർ ആണെങ്കിൽ രണ്ടിലും എക്സ്പ്രസ് ചെയ്യും, റെസസീവ് ആണെങ്കിൽ ഹോമോസൈഗസ് കണ്ടീഷനിൽ മാത്രമേ എക്സ്പ്രസ് ചെയ്യുള്ളൂ. ഡോമിനൻ്റ് ഫാക്ടർ എപ്പോഴും ഫങ്ഷണൽ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആയിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. റെസസീവ് ഫാക്ടർ ആണെങ്കിൽ എപ്പോഴും ഫങ്ഷണൽ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആയിരിക്കണം എന്നില്ല പ്രൊഡ്യൂസ് ചെയ്യുന്നത്. So the normal phenotype is produced mostly when the dominant allele is present. Okay. Then uses of dominance.
it explains the expression of only one of the parental character in F1. ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്നു F1 ജനറേഷനിൽ വന്നിരിക്കുന്ന ക്യാരക്ടർ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു പാരൻറ്റിൻ്റെ ക്യാരക്ടർ മാത്രമായിരിക്കും. ഏതെങ്കിലും ഒരു പാരൻറ്റിൻ്റെ ക്യാരക്ടർ മാത്രമേ എക്സ്പ്രസ് ചെയ്യുള്ളൂ. ഇതൊരു എക്സാമ്പിൾ വെച്ചിട്ട് പറയുന്നുണ്ട്. ഒരു ടോൾ പ്ലാന്റും അതുപോലെ തന്നെ ഡാർഫ് പ്ലാന്റും കൂടെ ക്രോസ് ചെയ്തു. ഗാമേറ്റ്സ് എടുത്ത് എഴുതി. അപ്പോൾ ക്യാപിറ്റൽ ടി ആൻഡ് സ്മോൾ ടി, ഇതിലൊരു ഫാക്ടർ, അതായത് ക്യാപിറ്റൽ ടി സ്മോൾ ടീനെ സപ്രസ് ചെയ്യും. അപ്പോൾ F1 ജനറേഷൻ എന്ന് പറയുന്നതെല്ലാം ടോൾ പ്ലാന്റ്സ് ആയിരിക്കും. അപ്പോൾ എന്താ, ഒരു പാരൻറ്റിൻ്റെ ക്യാരക്ടർ മാത്രമേ അവിടെ എക്സ്പ്രസ് ചെയ്യുന്നുള്ളൂ. അതാണ് പറയുന്നത് ഇറ്റ് എക്സ്പ്ലെയിൻസ് ദ എക്സ്പ്രഷൻ ഓഫ് ഓൺലി വൺ ഓഫ് ദി പാരൻ്റൽ ക്യാരക്ടർ ഇൻ F1. ദെൻ ഇറ്റ് എക്സ്പ്ലെയിൻസ് എക്സ്പ്രഷൻ ഓഫ് ബോത്ത് പാരൻ്റൽ ക്യാരക്ടർ ഇൻ F2. ഇനി F2 ജനറേഷനിലാണെങ്കിൽ അതെന്താ, രണ്ട് പാരൻറ്റിൻ്റെയും ക്യാരക്ടേഴ്സിനെ എക്സ്പ്രസ് ചെയ്യുന്നു. അപ്പോൾ നമുക്കറിയാം 3:1 ആണ് കിട്ടുക F2 ജനറേഷനിൽ. അപ്പോൾ 3 ടോൾ പ്ലാന്റും ഒരു ഡോർഫ് പ്ലാന്റും ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ എന്താ, രണ്ട് പാരൻറ്റിൻ്റെയും ക്യാരക്ടറിനെ അവിടെ എക്സ്പ്രസ് ചെയ്യുന്നുണ്ട്. അതാണ് അതിൽ പറയുന്നത് ഇറ്റ് എക്സ്പ്ലെയിൻസ് എക്സ്പ്രഷൻ ഓഫ് ബോത്ത് പാരൻ്റൽ ക്യാരക്ടർ ഇൻ F1. ദെൻ ഇറ്റ് എക്സ്പ്ലെയിൻസ് ദ പ്രൊപ്പോർഷൻ 3:1 ഇൻ F2. ഇതാണ് യൂസസ് പറയുന്നത്. സെക്കൻഡ് ലോയാണ് ലോ ഓഫ് സെഗ്രിഗേഷൻ. Principle of segregation was later expanded by Correns as the law of segregation. Law of segregation രണ്ട് പേരിലും കൂടി അറിയപ്പെടുന്നുണ്ട്. Law of purity of gametes and law of splitting hybrids. Its major postulates are: in somatic cells, hereditary factors exist in pairs, but in gametic cells only one member of each pair is found. സൊമാറ്റിക് സെൽസിലാണെങ്കിൽ ഹെറിഡിറ്ററി ഫാക്ടേഴ്സ് പയേഴ്സ് ആയിട്ടാണ് നിൽക്കുന്നത്. പക്ഷേ ഗാമറ്റിക് സെൽസിൽ ഒരു മെമ്പർ മാത്രമേ, ഓരോ പേരൻ്റെയും ഒരു മെമ്പർ മാത്രമേ, അല്ലെങ്കിൽ ഒരു എല്ലിയിൽ മാത്രമേ കാണാൻ പറ്റുള്ളൂ. ഓൺലി വൺ മെമ്പർ ഓഫ് ഈച്ച് പെയർ ഈസ് ഫൗണ്ട് ഇൻ ഗാമറ്റിക് സെൽസ്. Then the two factors which govern a biological triad never contaminate or modify each other, nor do they blend or fuse together in any way, but always remain distinct. അതായത് ഈ രണ്ട് ഫാക്ടേഴ്സും ബയോളജിക്കൽ ട്രയഡ്സിനെ ഗവേൺ ചെയ്ത് നിർത്തുന്നുണ്ട്. പക്ഷേ അത് രണ്ടും എന്താ, കണ്ടാമിനേറ്റ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ബ്ലെൻഡ് ചെയ്യുകയോ ഫ്യൂസ് ചെയ്യുകയൊന്നും ചെയ്യുന്നില്ല. ബട്ട് ഓൾവേസ് റിമെയിൻ ഡിസ്റ്റിങ്ക്റ്റ്. പക്ഷെ അത് എപ്പോഴും അത് വ്യത്യസ്തമായിട്ടാണത് നിൽക്കുന്നത്. ഇനി സെഗ്രിഗേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താ, സെപ്പറേഷനാണ്. അപ്പോൾ ഡ്യൂറിങ് ഗാമേറ്റ് ഫോർമേഷൻ, അതായത് ഗാമറ്റോജെനസിസിൻ്റെ ടൈമിൽ ദ മെമ്പേഴ്സ് ഓഫ് ഈച്ച് പെയർ സെഗ്രിഗേറ്റ് ഓർ സെപ്പറേറ്റ് ഔട്ട് ഫ്രം ഈച്ച് അതർ. ഇതിലെ ഓരോ ക്യാരക്ടറിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്ത് ചെയ്യും, സെപ്പറേറ്റ് ചെയ്യും. ഗാമറ്റോജെനസിസിൻ്റെ ടൈമിൽ ഓരോ ക്യാരക്ടറിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് സെപ്പറേഷൻ ചെയ്യും. എന്നിട്ടത് ഓരോ ഗാമേറ്റ്സിലേക്കും എൻറ്റർ ചെയ്യും. അതാണ് പറയുന്നത്. ഡ്യൂറിങ് ഗാമേറ്റ് ഫോർമേഷൻ the members of each pair segregate or separate out from each other and get distributed to different gametes in equal frequency. Then, according to the law of segregation, hereditary determinants from two different parents come into close pairing in one generation through gametic fusion. During gamete formation in new generation, they separate out and again come into pairing with new partners. അതായത് അക്കോർഡിംഗ് ടു ലോ ഓഫ് സെഗ്രിഗേഷൻ, രണ്ട് ഡിഫറൻറ്റ് പാരൻസിലുള്ള ഹെറിഡിറ്ററി ഫാക്ടേഴ്സ് ഒരു ജനറേഷനിൽ ക്രോസ് പയറി നടക്കും. എന്ത് വഴിയായിരിക്കും? ത്രൂ ഗാമറ്റിക് ഫ്യൂഷൻ. പിന്നീട് പുതിയൊരു ന്യൂ ജനറേഷൻ്റെ ഗാമറ്റോജെനസിസിൻ്റെ സമയത്ത്, ഗാമറ്റ് ഫോർമേഷൻ നടക്കുന്ന ടൈമിൽ ഇത് വീണ്ടും എന്ത് ചെയ്യും, സെപ്പറേറ്റ് ചെയ്യും, അല്ലെങ്കിൽ സെഗ്രിഗേറ്റ് ചെയ്യും. എന്നിട്ട് വീണ്ടും ഒരു പുതിയ പാർട്ണറായിട്ട് വീണ്ടും അത് പെയർ ചെയ്യും. ഇതാണ് പറയണത്. ആൻഡ് ദീസ് വ്യൂസ് ഇംപ്ലൈസ് ദാറ്റ്, ഇതിൽ പറയണത് എന്താ വെച്ചാൽ, ഗാമേറ്റ്സ് ഫെർട്ടിലൈസേഷൻ്റെ ടൈമിൽ ഫ്യൂഷൻ നടക്കുന്നുണ്ടെങ്കിലും അതെപ്പോഴും അതിൻ്റെ ജനറ്റിക് പ്യൂരിറ്റീനെയും ഇൻഡിവിജ്വാലിറ്റീനെയും റീറ്റെയിൻ ചെയ്യുന്നുണ്ട്. സോ ദ ലോ ഓഫ് സെഗ്രിഗേഷൻ ഈസ് ആൾസോ നോൺ ആസ് ദ ലോ ഓഫ് പ്യൂരിറ്റി ഓഫ് ഗാമേറ്റ്സ്. അതുകൊണ്ട് ലോ ഓഫ് സെഗ്രിഗേഷനെ ലോ ഓഫ് പ്യൂരിറ്റി ഓഫ് ഗാമേറ്റ്സ് എന്ന് പറയുന്നുണ്ട്. ലോ ഓഫ് segregation ഹാസ് യൂണിവേഴ്സൽ ആപ്ലിക്കേഷൻ ബിക്കോസ് എന്തുകൊണ്ടെന്നാൽ
അല്ലീൽസിൻ്റെ സെഗ്രിഗേഷൻ എന്ന് പറയുന്നത് അഡ്മിസിങ്ങോ കണ്ടാമിനേഷനോ ഇല്ലാത്ത ഒരു യൂണിവേഴ്സൽ ഫിനോമിനൻ ആണ്. ഇൻ ആൻ ഓർഗാനിസം അല്ലീൽസ് നെവർ ഫ്യൂസ് ടുഗദർ. ഒരു ഓർഗാനിസത്തിൽ അല്ലീൽസ് ഒരിക്കലും ഫ്യൂസ് ചെയ്യുന്നില്ല. ബട്ട് അതെന്താ ചെയ്യുന്നു? ഓൺലി ലൈ ടുഗദർ ആൻഡ് കീപ്പിംഗ് അപ്പ് ദയർ ഐഡൻറ്റിറ്റി. നമ്മൾ പറഞ്ഞു ലോ ഓഫ് സെഗ്രിഗേഷൻ എന്താണെന്ന്. ഒരു ക്യാരക്ടറിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഗാമറ്റോജനസിൻ്റെ ടൈമിൽ സെപ്പറേറ്റ് ചെയ്യുകയും അത് എന്നിട്ട് ഓരോ ഗാമേറ്റ്സിലേക്ക് എൻ്റർ ചെയ്യുകയും ചെയ്യുന്നു. ഇപ്പോൾ ഇതിൽ കാണിച്ചേക്കുന്നത് ഒരു ഹോമോസൈക്കസ് ആയിട്ടുള്ള പാരൻസ് ആണ്, യെല്ലോ അതുപോലെ തന്നെ ഗ്രീൻ. അപ്പോൾ ഇത് ഹോമോസൈക്കസ് കണ്ടീഷനിലാണ് ഈ രണ്ട് പാരൻറ്റും. അപ്പോൾ ഈ ഗാമറ്റോജനസിൻ്റെ സമയത്ത് സെപ്പറേഷൻ നടക്കും. സെപ്പറേഷൻ നടന്നിട്ട് പക്ഷേ ഗാമേറ്റ്സിൽ എൻ്റർ ചെയ്യുന്നത് ഒരു ഫാക്ടറായിരിക്കും. കാരണം എന്താ? അതിലെ രണ്ട് ഫാക്ടറും സെയിം തന്നെയാണ്. അപ്പോൾ എൻ്റർ ചെയ്യുന്നത് ഗാമേറ്റ്സിലേക്ക് കടക്കുന്നത് ആകെ ഒരു ഫാക്ടർ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇനി ഹെട്രോസൈഗസ് കണ്ടീഷനിലേക്ക് വരുമ്പോൾ ദ ഹെട്രോസൈഗസ് F1 ഓഫ് സ്പ്രിങ് പ്രൊഡ്യൂസസ് 2 kinds ഓഫ് ഗാമീറ്റ്സ്. ഇത് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? രണ്ട് ടൈപ്പ് ഗാമീറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ഹെട്രോസൈഗസ് കണ്ടീഷനിൽ. ഇപ്പോൾ F1 ഓഫ് സ്പ്രിങ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ വൈയും സ്മോൾ വൈ ആണ്. ഗാമറ്റോജനസിൻ്റെ സമയത്ത് ഗാമേറ്റ് ഫോർമേഷൻ ടൈമിൽ ഇതെന്ത് ചെയ്യും? സ്പ്ലിറ്റിങ് നടക്കും. ക്യാപിറ്റൽ വൈയും സ്മോൾ വൈയും സെപ്പറേറ്റ് ചെയ്യും. എന്നിട്ട് അത് സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ഗാമേറ്റ്സിലേക്ക് എൻ്റർ ചെയ്യും. അതാണ് ഹോമോസൈഗസും ഹെട്രോസൈഗസ് കണ്ടീഷനിലും പറയുന്നത്. നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത രണ്ട് ലോസും, ലോ ഓഫ് ഡോമിനൻസും ലോ ഓഫ് സെഗ്രിഗേഷനും മോണോഹൈബ്രിഡ് ക്രോസിൽ നിന്നിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത ലോസാണ്. ഇനി തേർഡ് വണ്ണാണ് ലോ ഓഫ് ഇൻഡിപെൻഡൻറ്റ് അസോർട്ട്മെൻറ്റ്. ദ പ്രിൻസിപ്പിൾ ഓഫ് ഇൻഡിപെൻഡൻറ്റ് അസോർട്ട്മെൻറ്റ് ഹാസ് എക്സ്പ്ലെയിൻഡ് ബൈ മെൻഡൽ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഡൈഹൈബ്രിഡ് ക്രോസ്. അപ്പോൾ ഡൈഹൈബ്രിഡ് ക്രോസിൻ്റെ സഹായത്താൽ എക്സ്പ്ലെയിൻ ചെയ്യപ്പെട്ട ലോയാണ് ലോ ഓഫ് ഇൻഡിപെൻഡൻറ്റ് അസോർട്ട്മെൻറ്റ്. അപ്പോൾ ഡൈഹൈബ്രിഡ് ക്രോസ് എന്ന് വെച്ചാൽ അറിയാം, ക്രോസ് ഇൻവോൾവിങ് 2 ക്യാരക്ടർ. അതിൽ ഒരു ഹൈബ്രിഡിൽ എന്തുണ്ടാവും? 2 ക്യാരക്ടർ ഉണ്ടാവും. അദ്ദേഹം എടുത്ത ക്യാരക്ടേഴ്സാണ് സീഡിൻ്റെ കളറും അതുപോലെ സീഡിൻ്റെ ഷേപ്പും. ആൻഡ് ദ ഇൻവോൾവിങ് ക്യാരക്ടേഴ്സ് ഓഫ് കോട്ടിലിഡൻ കളർ യെല്ലോ ഓർ ഗ്രീൻ ആൻഡ് സീഡ് ഷേപ്പ് റൗണ്ട് ഓർ റിങ്കിൾഡ്. ലോ ഓഫ് ഇൻഡിപെൻഡൻറ്റ് അസോർട്ട്മെൻറ്റിൽ പറഞ്ഞു വെക്കണത് എന്താണെന്ന് വെച്ചാൽ, വെൻ 2 pairs ഓഫ് ട്രയൽസ് ആർ കമ്പൈൻഡ് ഇൻ എ ഹൈബ്രിഡ്, സെഗ്രിഗേഷൻ ഓഫ് എ പെയർ ഓഫ് ക്യാരക്ടർ ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദി അതർ ക്യാരക്ടർ. അതായത് ഒരു ഹൈബ്രിഡിൽ 2 പെയർ ഓഫ് ട്രയൽസ് കമ്പൈൻ ചെയ്ത് വരുമ്പോൾ, അതായത് ഒരു ഹൈബ്രിഡിൽ 2 പെയർ ഓഫ് ട്രയൽസ് ഉണ്ട്. അപ്പോൾ ടോട്ടൽ 4 ട്രയൽസ് ഉണ്ട്, 2 ക്യാരക്ടർ ഉണ്ടാവും എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ക്യാരക്ടറിൽ 2 ട്രൈറ്റ്, മറ്റൊരു ക്യാരക്ടർ 2 ട്രൈറ്റ്. അപ്പോൾ 2 പെയർ ഓഫ് ട്രൈറ്റ്സ് ആണ് ഉണ്ടാവുക. അപ്പോൾ സെഗ്രിഗേഷൻ ഓഫ് എ പെയർ ഓഫ് ക്യാരക്ടർ ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദി അതർ ക്യാരക്ടർ. അപ്പോൾ ഒരു ഹൈബ്രിഡിലേക്ക് 2 പെയർ ഓഫ് ട്രൈറ്റ്സ് കമ്പൈൻ ചെയ്ത് വരുമ്പോൾ അതിൽ ഒരു പെയർ ഓഫ് ക്യാരക്ടറിൻ്റെ സെഗ്രിഗേഷൻ, ഒരു പെയർ ഓഫ് ക്യാരക്ടറിൻ്റെ സെഗ്രിഗേഷൻ എന്ന് പറയുന്നത് ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും ഓഫ് ദി അതർ ക്യാരക്ടർ. അതായത് ഒരു പെയർ ഓഫ് ക്യാരക്ടറിൻ്റെ സെഗ്രിഗേഷനും മറ്റേ പെയർ ഓഫ് ക്യാരക്ടറിൻ്റെ സെഗ്രിഗേഷനും അല്ലെങ്കിൽ സെപ്പറേഷനും എന്ന് പറയുന്നത് അത് തമ്മിൽ യാതൊരു ബന്ധമില്ല. അത് ഇൻഡിപെൻഡൻ്റ് ആണ്, ഒരിക്കലും ഡിപ്പെൻഡൻ്റ് അല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അത് ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. അതാണ് ഈ ലോയിൽ പറയണത്. ഇനി അതൊരു എക്സാമ്പിൾ ആയിട്ട് പറയാം. ഇതൊരു ഹൈബ്രിഡ് ആയിട്ടുള്ള ക്രോസാണ്. നമ്മൾ പറഞ്ഞു മെൻഡൽ അദ്ദേഹം 2 ക്യാരക്ടർ ഏതൊക്കെയാണ് യൂസ് ചെയ്തത്? സീഡിൻ്റെ കളറും സീഡിൻ്റെ ഷേപ്പാണ്. ഇതിൽ റൗണ്ട് സീഡ് വിത്ത് യെല്ലോ കളർ, അത് റിങ്കിൾഡ് സീഡ് വിത്ത് ഗ്രീൻ കളർ, അതായിട്ട് ക്രോസ് നടന്നു. എന്നിട്ട് ഗാമീറ്റ് ഫോം ചെയ്തു. ദെൻ അത് ഫ്യൂഷൻ നടന്നിട്ട് F1 ജനറേഷൻ എന്ന് പറയുന്നത് എല്ലാം റൗണ്ട് സീഡ് വിത്ത് യെല്ലോ കളർ, അതാണ് F1 ജനറേഷൻ കിട്ടുന്നത്. അപ്പോൾ ഇതൊരു ഇപ്പോൾ ഈ ഒരു ഹൈബ്രിഡിൽ നമ്മൾ പറഞ്ഞു 2 പെയർ ഓഫ് ട്രൈറ്റ്സ് കാണും. അതായത് ടോട്ടൽ എത്ര ട്രൈറ്റ്സ് ഉണ്ടാവും? 4 ട്രൈറ്റ്സ് ഉണ്ട്. ഇപ്പോൾ ക്യാപിറ്റൽ R, സ്മോൾ r, ക്യാപിറ്റൽ Y, സ്മോൾ y, അതിൽ 4 ട്രൈറ്റ്സ് ഉണ്ട്. ഏതൊക്കെയാണ്? ക്യാപിറ്റൽ R എന്ന് പറയുന്നത് റൗണ്ട്, സ്മോൾ r എന്ന് പറയുന്നത് റിങ്കിൾഡ്, ക്യാപിറ്റൽ Y യെല്ലോ, സ്മോൾ y ഗ്രീൻ. അപ്പോൾ ഇതാണ് 4 ട്രൈറ്റ്സ്. 4 ട്രൈറ്റ്സ് എന്ന് പറയുന്നത് 2 പെയർ ഓഫ് ട്രൈറ്റ്സ് ആണ്. പിന്നെ ഇതിൽ 2 ക്യാരക്ടറുണ്ട്. ഏതൊക്കെയാണ്? സീഡ് കളറും സീഡിൻ്റെ ഷേപ്പും. അപ്പോൾ ക്യാപിറ്റൽ R, സ്മോൾ r എന്ന് പറയുന്നത് ഒരു ക്യാരക്ടറാണ്. ക്യാപിറ്റൽ Y, സ്മോൾ y എന്ന് പറയുന്നതും ഒരു ക്യാരക്ടറാണ്. അപ്പോൾ ഒരു ക്യാരക്ടറിൽ 2 ട്രൈറ്റ്,
പിന്നെ മറ്റൊരു ക്യാരക്ടറിൽ 2 ട്രൈറ്റ്. അങ്ങനെ ടോട്ടൽ 4 ട്രൈറ്റ്, 2 പെയർ ഓഫ് ട്രൈറ്റ് ആണ് ഉള്ളത്. അപ്പോൾ ഇതൊരു ഹെട്രോ സൈഗസ് ആയിട്ടുള്ള കണ്ടീഷനാണ്. അപ്പോൾ ഇതിൽ ഗാമേറ്റ് ഫോം ചെയ്യുമ്പോൾ എത്ര ഗാമേറ്റാണ് ഫോം ചെയ്യുക? ക്യാപിറ്റൽ R ഒന്നില്ലെങ്കിൽ ക്യാപിറ്റൽ Y ആയിട്ടോ സ്മോൾ y ആയിട്ടോ കമ്പൈൻ ചെയ്തിട്ട് ഗാമേറ്റ്സിലേക്ക് എൻ്റർ ചെയ്യാം. അല്ലെങ്കിൽ സ്മോൾ ആറിൻ്റെ കേസിലാണെങ്കിൽ അത് ക്യാപിറ്റൽ വൈയോടോ അല്ലെങ്കിൽ സ്മോൾ വൈയോടോ കമ്പൈൻ ചെയ്തിട്ട് ഗാമേറ്റിലേക്ക് എൻ്റർ ചെയ്യാം. അപ്പോൾ അങ്ങനെ ടോട്ടൽ 4 ഗാമീറ്റ്സ് ആണ് ഫോം ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നടക്കുന്നത് എന്താ? ഒരു ക്യാരക്ടർ, നമ്മൾ ഇൻഡിപെൻഡൻ്റ് അസോർട്ട്മെൻറ്റിൽ പറഞ്ഞു, ഒരു പെയർ ഓഫ് ക്യാരക്ടറിൻ്റെ സെഗ്രിഗേഷൻ നടക്കുന്നത് തൊട്ട് അപ്പുറത്തുള്ള ക്യാരക്ടറിനോട് യാതൊരു ബന്ധവുമില്ല, അതിന് ഡിപ്പെൻഡ് ചെയ്തിട്ടേ അല്ല, അത് ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ് ഓരോ പെയർ ഓഫ് ക്യാരക്ടറിലും സെഗ്രിഗേഷൻ നടക്കുന്നത്. അതായത് ക്യാപിറ്റൽ R സ്മോൾ r എന്ന് പറഞ്ഞ ക്യാരക്ടറിലെ സെഗ്രിഗേഷൻ ചെയ്യുന്നതും ക്യാപിറ്റൽ Y സ്മോൾ y എന്ന് പറഞ്ഞ ക്യാരക്ടർ സെഗ്രിഗേഷൻ നടക്കുന്നതും തമ്മിൽ യാതൊരു ബന്ധമില്ല, അത് എപ്പോഴും ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. അതാണ് ഈ ലോയിൽ പറയുന്നത്. ഇതാണ് മെൻഡലിൻ്റെ 3 ലോസ്: ലോ ഓഫ് ഡോമിനൻസ്, ലോ ഓഫ് സെഗ്രിഗേഷൻ, ലോ ഓഫ് ഇൻഡിപെൻഡൻറ്റ് അസോർട്ട്മെൻറ്റ്. അപ്പോൾ ഇതിൽ പറഞ്ഞത് മെൻഡലിൻ്റെ ലൈഫിനെ പറ്റിയിട്ടും അദ്ദേഹം കൊണ്ടുവന്ന 3 ലോസിനെ പറ്റിയിട്ടാണ്. ഓക്കെ, താങ്ക് യു.